ഇതുപോലെയുള്ള ഒരു കാമഭ്രാന്തിമാരും ഈ ലോകത്ത് ഉണ്ടാകാൻ പാടില്ല. 2 വർഷം മുമ്പ് നീ നിൻ്റെ വീട്ടിൽ നിന്ന് ചാടിപ്പോയ സമയത്ത് നിന്നെ 2 കൈയും കൂടി സ്വീകരിച്ച ഈ കല്യാണം കഴിക്കാത്ത ഈ വ്യക്തി മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ വ്യക്തിയുടെ മുഖം നിനക്ക് ഓർക്കാമായിരുന്നു. പല പല സ്ഥലങ്ങളിലും നീയും നിൻ്റെ ഫസലും കൂടി പോയി കൂത്താടുന്ന സമയത്ത് 2 വർഷം മുമ്പിട്ട് നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചാട്ടി പുറത്താക്കുന്ന സമയത്ത് നിനക്ക് നിൻ്റെ ഈ ഭർത്താവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. സത്യം ഓല് കേസ് കൊടുക്കും. സത്യം ഫോണിൻ്റെ കയ്യിലുണ്ടല്ലോ, സത്യം സത്യം പോലെ പറയും. കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? അതിന് മുമ്പേ എനിക്ക് ഞാൻ വേണോ ആദ്യം പറ. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ? ഈ പെണ്ണാണ്, ഞാൻ ആണാണ്. 2 വ്യത്യാസമുണ്ട്. നാളെ എനിക്കെതിരെ കാരണം എല്ലാ തെറ്റും ഈ ചെയ്തും കണ്ട് നിന്റെ ഭർത്താവിനില്ലാത്ത എന്തെങ്കിലും കൂടുതൽ സാധനം നിന്റെ ഫസലിനുണ്ടായിരുന്നോ? രാവും പകലും അധ്വാനിച്ചു കൊണ്ട് ഉണ്ടാകുന്ന പൈസ, ചോര നീരാക്കി ഉണ്ടാകുന്ന പൈസ നിനക്കൊക്കെ ദൂർത്തടിക്കാൻ വേണ്ടി പറയുമ്പോൾ നിനക്ക് തരുന്ന നിന്റെ ഈ കിട്ടിയവനെയാണ് ഫസ്റ്റ് പറയേണ്ടത്. തെളിവ് സഹിതം വമ്പൂക്കിയിലെ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. നിങ്ങൾ ആരാണ് തെറ്റ് ചെയ്തത്, ആരാണ് ശരി ചെയ്തത് എന്ന്. ഇതുപോലെയുള്ള ഒരു കാമഭ്രാന്തിമാരും ഈ ലോകത്ത് ഉണ്ടാകാൻ പാടില്ല. 2 വർഷം മുമ്പ് നീ നിൻ്റെ വീട്ടിൽ നിന്ന് ചാടിപ്പോയ സമയത്ത് നിന്നെ 2 കൈയും കൂടി സ്വീകരിച്ച ഈ കല്യാണം കഴിക്കാത്ത ഈ വ്യക്തി മാത്രമാണ് ഉണ്ടായിരുന്നത്. തിരിയാണ്ടക്കാൻ വേണ്ടിയിട്ടാണ് ജോന്റെ വാപ്പക്ക് എൻ്റെ വോയിസ് അയച്ചെടുത്ത് പറഞ്ഞ് ഓൻ്റെ വാപ്പ പറഞ്ഞാണ് എന്നോട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പറയിപ്പിക്കണതാണ് എല്ലാം. അപ്പം അതിൻ്റെ ഒരു തെളിവായിട്ടാണ്. പറഞ്ഞോ വയനാട് എന്താ സംഭവം? ഇവർക്ക് ഗൾഫിനെ വീഡിയോ കോൾ ചെയ്ത്, അപ്പോൾ ഇവള് റെയിൽവേ സ്റ്റേഷനിൽ ഹർത്താൽ കഴിഞ്ഞില്ലേനോ. അപ്പോൾ ആരുമില്ല, തൊട്ടടുത്ത് കാമുകനാ. ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ അവസ്ഥ. എനിക്കറിയാം, ഞാൻ അവിടെ വന്നിട്ട് പച്ചത്തെറി പറയണ്ടേ, ഞാൻ പണിയിലാണ്. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ 2 ദിവസം മുമ്പ് ഇവള് ലോഡ്ജിൽ നിന്നീനോ, പെരിന്തൽമണ്ണ ലോഡ്ജിലായിരുന്നോ, പെരിന്തൽമണ്ണായിരുന്നോ? അല്ല, എനിക്ക് പൈസ കിട്ടാണ്ട് തന്നെ വിടൂല മോളെ. അത് എൻ്റെ ബാപ്പ എൻ്റെ അമ്മ അറിഞ്ഞാലും ഞാൻ പൈസ കിട്ടാണ്ട് ഞാൻ വിടൂല. എന്നെ തല്ലാനോ കൊല്ലാനോ നിൽക്കൂല. നേരത്തെ തല്ലിയത് ഓൻ്റെ വർത്താനം കൊണ്ടാണ്. അയ്യ കേട്ടല്ലോ, ഓൻ്റെ വൈഫ് പറയാണ് എൻ്റെ അക്കാക്ക് ഓളെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കെന്താ പ്രശ്നമാണ്. ഞാൻ എന്നിട്ടാണ്ട എനിക്കൊരു പ്രശ്നമില്ല, ഇതാ ഓക്കെ ഞാൻ കൊടുക്കുന്നതാണെങ്കിൽ തല്ലാണ്. എനിക്കെന്താ, ഞാൻ അതാ കൊടുക്കുന്നുണ്ട്, എന്താ വെച്ചാൽ കട്ടിക്കോളൂ. ഇതിനൊക്കെ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. ഫസ്റ്റ് തെറ്റ് നിൻ്റേതാണ്. ചോദിക്കുമ്പോൾ ഭാര്യമാർ പൈസ വേണമെന്ന് പറയുന്ന സമയത്ത് എടുത്തെടുത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക. 43,000 റുപ്യ എടുത്തുകൊണ്ട് പോയി കടന്നുപോയ പെൺകുട്ടിയല്ലേ അത്. നീ കൊടുക്കാതെ എങ്ങനെയാണ് അവളുടെ കയ്യിൽ പൈസ വരും? എൻ്റെ ആരെയും ഞാൻ എന്നെ കള്ളവടി വെക്കാൻ വരുന്നോ? എൻ്റെ ആരെയും ഞാൻ ആരായിരുന്നു? അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം പെണ്ണും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് എന്നെ ഇങ്ങനെ കീപ്പായിട്ട് കൊണ്ടെടുക്കുന്നതാണ്. എൻ്റെ ആരെയും ഞാൻ. അപ്പോൾ അതൊക്കെ വിട്ട് നഷ്ടം എനിക്ക് തന്നെയാണ്. എനിക്കിപ്പോൾ സമാധാനമുണ്ട്. ഇനിയെങ്കിലും എനിക്ക് അവിടെ പോകുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാനോ. എന്നെ ഇങ്ങനെ 24 മണിക്കൂർ ഓൺലൈനിൽ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എനിക്ക് ജയിക്കണം, എനിക്ക് ആ പൈസ വാങ്ങണം. അല്ലെങ്കിൽ ഞാൻ ഓൻ്റെ ഇടയിലും പൊട്ടനായിപ്പോയി, ഫസലിൻ്റെ ഇടയിലും പൊട്ടനായിപ്പോവും. ഇനി ഓന് തീറ്റി പോട്ടെ തന്നെ. ഒരാളെ അണ്ടറിൽ നിൽക്കും. അത് കല്യാണം കഴിയട്ടെ, കിളവനാവട്ടെ, ആരാവട്ടെ. എനിക്ക് പറയാൻ വാക്കുകളില്ല. നിന്നെ പോലെയുള്ള ഒരുപാട് തേവിടിച്ചുകൾ ഈ ഭൂലോകത്ത് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഈ ഭർത്താക്കന്മാർ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ഭർത്താക്കന്മാർക്ക് ജോലി എടുക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് നീയൊക്കെ ചോദിക്കുമ്പോൾ പൈസ തരുന്ന നിൻ്റെ സ്വന്തം ഭർത്താവ് അവനെയാണ് ഫസ്റ്റ് കെട്ടിയിട്ട് തല്ലേണ്ടത്. ഈ പാത്തൂന്ന് അടിച്ച ഇത് ആരുതാണ് ലതീഷ? അതൊന്ന് പറഞ്ഞോണ്ടാ. ഇത് ഫസലിൻ്റെ നമ്പറാണോ? അതെനിക്ക് പറഞ്ഞോണ്ടാ. അത് കറക്റ്റ് പറയണം. ആരാണ്? ഫസലാണോ? ഫസലാണോ? അല്ലെങ്കിൽ എനിക്ക് അതൊരു ക്ലാരിറ്റി വരുത്തണം. ഫസലാണോ വേറെ ആരെങ്കിലാണോ? ഓക്കെ, പെരിന്തൽമണ്ണ കുറേ കോണ്ടാക്റ്റുള്ളതാണ്. അത് പറയും വെറുതെ. അത് ഞാൻ ഇനി ഫസലിൻ്റെ വാപ്പൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇതാരാണ് ഈ പാത്തൂന്ന് അടിച്ചത്? ആരാണ്? ഫസലിന്റെ പുതിയ നമ്പറാ? അയ്യോ, മെല്ലെ ഇതിൽ കാണണ്ടേ, വായിക്കണ്ടേ? ലൊക്കേഷൻ കഴിച്ചു കൊടുത്തില്ല. അത് എവിടുത്തെ ലൊക്കേഷനാ?
ഇതെടുക്ക്. ഞാനാണ്. ആ സബിത അൻഫാസാണ്. ഓളെ കയ്യോടെ പിടിച്ചതാണ്. മിന്നാന്ന് ഓള് ഫസലിന്റെ കൂടെ പോയി കിടുന്നത്. തെളിവ് സഹിതം ഫോണിലെല്ലാ മെസ്സേജും ഉണ്ട്. ഇതുവരെ ഞാൻ തീറ്റിപ്പോറ്റി 43,000 പറ്റിച്ച്. ഇതാ തൊട്ടടുത്ത് ഇരിക്കുന്നു കേട്ടാ. ഇപ്പോൾ ഫസലിൻ്റെ അടുത്തുനിന്ന് 500, 1000 ആയിട്ട് ഇങ്ങനെ പറ്റിച്ചിരിക്കുന്നു. അപ്പം അതൊക്കെ ഇതിൽ വരും. ഫോണിൻ്റെ കയ്യിലാണ്. സത്യം ഓല് കേസ് കൊടുക്കും. സത്യം ഫോണിൻ്റെ കയ്യിലുണ്ടല്ലോ. സത്യം പോലെ പറയും. കൈയെടുക്ക്. എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? കൈയെടുക്ക്. എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? അതിൻ്റെ മുമ്പേ എനിക്ക് ഞാൻ വേണോ ആദ്യം പറ. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ പറയേ. ഓ വേണ്ട. അപ്പൊ ഞാന് പറഞ്ഞോ വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. വേണ്ട. ഓക്കെ. ഓനും വേണ്ട, ഞാനും വേണ്ട. ഇതുവരെ എന്നായിട്ട് റിലേഷൻ ആയിരുന്നു? ആയിരുന്നോ? എൻ്റെ കയ്യിൽ നിന്ന് 43,000 വാങ്ങിനോ? എന്നെ സ്നേഹിച്ചതിനെ കൊണ്ടല്ല എൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയേ, എൻ്റെ ചിലവൊക്കെ ഞാൻ നോക്കിയേ. ആണോ? എത്ര വട്ടം എൻ്റെ കൂടെ കിടന്നു പറ. ഈ ഫസലിന്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? മിന്നാന്ന് പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂര്. ഏതിലോടിച്ചു? ഈ പൈസ ഇത്രയും ഉള്ളത് കൊണ്ടല്ലേ, ഈ പൈസ മുതലാക്കാൻ വേണ്ടിയിട്ടല്ലേ ഫസലിൽ നിന്ന് നാറി പരമനാറി നിന്റെ കെട്ടിയോളെ ഈ 4 തവണ പീഡിപ്പിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോണും പിടിച്ച് റൂമിലിരുന്ന് കൊണ്ട് സ്വന്തം ഭാര്യയായിക്കോട്ടെ, സ്വന്തം മക്കളായിക്കോട്ടെ, അവരൊക്കെ മൊഴിയെടുക്കുകയല്ല വേണ്ടത്. നീയൊക്കെ ഫസ്റ്റ് ചോദിക്കുമ്പോൾ പൈസ എടുത്ത് കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ ഒരവസ്ഥ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലൂടെയൊക്കെ എത്തിപ്പോയിരിക്കുന്നു.